ഈ-ശ്രം സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് രാജ്യത്തെ അസംഘടിത മേഖലയിലെ 48 കോടിയോളം വരുന്ന തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിച്ച് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ഡാറ്റാബേസ് പദ്ധതിയുടെ പേരാണ് ഈ-ശ്രം. പദ്ധതിയിൽ അംഗമാകുന്ന വ്യക്തികൾക്ക് നൽകുന്ന കാർഡിൻ്റെ പേരാണ് ഈ-ശ്രം കാർഡ്. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷയ്ക്കായി 2008 അന്നത്തെ സർക്കാർ പാസാക്കിയ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് 2008 എന്ന നിയമത്തിൻ്റെ കീഴിൽ ആധാർ പദ്ധതി പൂർത്തീകരിച്ച ശേഷം നടപ്പിലാക്കാൻ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ഈ-ശ്രം എന്ന പുതിയ പേരിൽ ഇന്ന് നടപ്പിലാക്കി വരുന്നത്. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അഥവാ യുവിൻ എന്നായിരുന്നു 2014 ഇതിൻ്റെ ആദ്യകാല പേര്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം 2021 ഓഗസ്റ്റ് 26 ഈ-ശ്രം കാർഡ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. ഈ-ശ്രം പദ്ധതിയിലൂടെ ഏകദേശം 48 കോടിയോളം വരുന്ന അസംഘടിത തൊഴിലാളികളെയാണ് ഡാറ്റാബേസിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിലൂടെ സാമൂഹികക്ഷേമ പദ്ധതികൾ, മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവ ഇവരിലേക്ക് നേരിട്ട് എത്തിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ ഗുണം. അസംഘടിത തൊഴിലാളികൾ ഈ-ശ്രം പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് സർക്കാർ ആരംഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് പ്രത്യേക രജിസ്ട്രേഷൻ എടുക്കേണ്ടതില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, കുടിയേറ്റ തൊഴിലാളികൾ എന്നിവർ സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്ത വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഇവരിലേക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ എത്തിക്കാനും കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും പദ്ധതിയിലൂടെ കഴിയുമെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. എന്നു മാത്രമല്ല, രാജ്യത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും ഇവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ഭരണകൂടത്തിന് കഴിയുകയും ചെയ്യും. അതിനാൽ തന്നെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ഭാവിയിൽ ഏറെ ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ-ശ്രം പദ്ധതി. ഈ-ശ്രം കാർഡ് രജിസ്ട്രേഷന് അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ-ശ്രം കാർഡ് രജിസ്ട്രേഷൻ എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ വെബ്സൈറ്റിൽ നിന്ന് രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. ഈ-ശ്രം പോർട്ടലിൽ വളരെ എളുപ്പത്തിൽ തന്നെ സെൽഫ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. രജിസ്ട്രേഷൻ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.